നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജമാണിക്യം പാമ്പാടി രാജനെ കുറിച്ച് VM പ്രദീപ് മീഡിയയിൽ ഈ അടുത്തിടെ ചെയ്ത പാമ്പാടി രാജൻ പാപ്പാനെ മാറ്റിയോ എന്നുള്ള വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്ന സാഹചര്യമുണ്ടായി. പാമ്പാടി രാജൻ്റെ പാപ്പാൻ ആരായിരിക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള പാപ്പാന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഉടമസ്ഥരുടെ സമീപനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ നിരവധി കമൻറ്റുകൾ വീഡിയോയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കമൻറ്റുകൾ ഒന്ന് ജസ്റ്റ് പ്രേക്ഷകരുടെ അറിവിലേക്കായി അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൽ കാലടി ബിനു ആശാൻ പാപ്പാനായി വന്നാൽ കൊള്ളാം എന്ന് കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ കമൻ്റായി രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന് വിലാസിനി, ആര് വന്നാലും അപ്പൂന് നല്ലത് പോലെ നോക്കണം, നല്ലത് മാത്രം വരട്ടെ എന്ന കമൻ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാബു എൻ, രാജൻ ആൻഡ് അരൂർ സിബിച്ചേട്ടൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായം പറയുന്നു. രജനി, ആരായാലും അപ്പൂസിന് നല്ലതുപോലെ നോക്കണം എന്ന കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകുമാർ പറയുന്നത്, നേർച്ചകളൊക്കെ നടത്തി തിരിച്ചു വരണേ, പലരും പലതും പറയും, അതൊന്നും കാര്യമാക്കേണ്ട, അവൻ്റെ കെട്ടുതറയിലെ വൃത്തി കണ്ടാൽ മതി, സതീഷ് അവനെ എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്ന്. പിന്നെ അസുഖം വരുന്നത് പാപ്പന്മാരുടെ കുറ്റമല്ലല്ലോ, എന്തായാലും അവൻ്റെ ചേട്ടൻ വന്ന് തീരുമാനിക്കട്ടെ, അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്യുന്നതാണ് അവരുടെ കുഴപ്പം. ഈ കൂട്ടുകെട്ട് നീണ്ടു നിൽക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രതിദേവി പറയുന്നത്, അപ്പു സുഖമായിരിക്കണം, എനിക്ക് അത്രയേ വേണ്ടൂ, പാപ്പാൻ ആരുമായിക്കോട്ടെ, അവനെ നല്ലതുപോലെ നോക്കണം എന്നാണ്. പത്മനാഭൻ പറയുന്നത്, നീ ഇതിനു മാത്രം ഉണ്ടാക്കേണ്ട, സതീഷ് പോയാലും മനോജ് നയിക്കട്ടെ, നീ ആരാ എന്നാണ് അദ്ദേഹം രോഷത്തോടു കൂടി ചോദിക്കുന്നത്. മറ്റൊന്ന് ബിനീഷ VC, സതീഷ് ചേട്ടൻ എത്രയും വേഗം തിരിച്ചു വരട്ടെ, രാജിനു വേണ്ടിയുള്ള നേർച്ചകളൊക്കെ കഴിഞ്ഞ് എന്ന് പറയുന്നു. സന്ധ്യ ബി പറയുന്നു, ആരു വന്നാലും അവനെ നന്നായി ശ്രദ്ധയോടെ നോക്കുന്ന ഒരാൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. മിനി തോമസ് പറയുന്നത്, ആര് വന്നാലും പൊന്നുപോലെ നോക്കണമെന്നാണ്. ജിഷ്ണു പറയുന്നത്, ക്യാഷ് കൊടുത്ത് നല്ല പാപ്പാന്മാരെ വെച്ചാൽ അവർക്ക് നന്ന്, അവരുടെ മുതൽ ആന ഉണ്ടെങ്കിൽ അവർക്ക് മെച്ചം എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന് സൂസൻ പറയുന്നത്, എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഒന്നു മാത്രം, എൻ്റെ കുഞ്ഞിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണേ, എക്കാലവും പൊന്നുമോനെ സ്നേഹിക്കുന്നവരെയൊക്കെ നഷ്ടമാവുന്ന വിധി, ആരായാലും കുഞ്ഞിനെ രാജകീയമായി പരിപാലിച്ച് സ്നേഹിച്ചു നിൽക്കാൻ ദൈവമേ തുണയ്ക്കണമേ എന്ന അഭിപ്രായം പറയുന്നു. ബാബു പറയുന്നത്, പാമ്പാടി രാജൻ്റെ മാത്രം വീഡിയോ ചെയ്ത് പണം സമ്പാദിക്കുന്ന VM പ്രദീപ്, അതാണ് മിടുക്ക് എന്നാണ് രാജു പറയുന്നത്. മറ്റൊന്ന് സിനിമോൾ പറയുന്നത്, കഷ്ടം, ആ പുള്ളി എന്നെ വീട്ടിൽ പോയി ശരിക്കും എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ആര് വന്നാലും പോയാലും ആന നന്നായി ഇരുന്നാൽ മതി. ബ്ലൂബെറി പറയുന്നത്, ഇയാളെ ആ പറമ്പിൽ അടുപ്പിക്കാതിരുന്നാൽ ആനയ്ക്ക് വളരെ നല്ലതാണ്. കണ്ണൻ ആർ, തഴക്കവും പഴക്കവും ചെന്ന ഒരു പഴയ പാപ്പാനെ നിർത്തൂ എന്ന് അഭിപ്രായപ്പെടുന്നു. നിഷാദ് ടി, കടുക്കൻ ബിനു, തുറവൂർ ചേർത്തല, ഇനി ആനയെ അഴിക്കും എന്ന് പറയുന്നു. പിന്നെ ലിസി തോമസ് പറയുന്നത്, എല്ലാം നല്ലതിനായി ഭവിക്കട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരാളെ നോക്കുന്നുണ്ടെങ്കിൽ അവനെ വർഷങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടന്ന രതീഷ് ഏട്ടനെ കൊണ്ടുവന്നാൽ അപ്പു സെറ്റാകുമെന്ന് ജിതു ബിജോഷ് പറയുന്നു. സബരി സുരേഷ് പറയുന്ന, അരൂർ സിബിച്ചേട്ടൻ വന്നാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നു. പാറു പറയുന്നു, രതീഷ് പാപ്പാൻ വരും, കുറച്ച് ഡേ കൂടി കഴിഞ്ഞ് എന്ന് അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പാമ്പാടി രാജനെ സ്നേഹിക്കുന്ന, അപ്പുവിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രണവ് ജയപ്രകാശ് പറയുന്നത്, പർവ്വതം പോലെ നിന്ന ആനയെ ഒട്ടകം ആക്കി തന്ന കൂട്ടുകെട്ട്, ആൾക്ക് രാജൻ സെറ്റായില്ല, അത്ര തന്നെ, രതീഷിനെ തിരിച്ചു കൊണ്ടുവരിക, ആനയ്ക്ക് നീര് കഴിഞ്ഞ് 2 മാസം റെസ്റ്റ് കൊടുക്കൂ, അവൻ പഴയ പോലെയാകും. ജ്യോതിഷ് പറയുന്നത്, രതീഷ് ഏട്ടനെ കൊണ്ടുവരൂ, അവനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ. അരവിന്ദ് പറയുന്നത്, ആദ്യം ആ തൃശ്ശൂർ പാട്ടക്കാരനെ മാറ്റാൻ പറ, അപ്പോൾ തന്നെ ആന പകുതി രക്ഷപ്പെടും എന്ന് അഭിപ്രായപ്പെടുന്നു. പിന്നീട് കോപ്പാണ് ഒലിവ്, ഞാൻ കഴിഞ്ഞ സൺഡേ വന്ന്
പോയിട്ട് ആനയ്ക്ക് ഒലിവെന്ന് പറയുന്നത് ആയിട്ടില്ല എന്ന് വിജേഷ് പറയുന്നു. പിന്നെ അനു വിജയൻ പറയുന്നത് 2 സീസണല്ലേ ഉള്ളൂ എന്ന് അനു വിജയൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുന്നു. ആറന്മുള മോഹനെ വിളിക്കൂ എന്ന് ജോസഫ് കൊല്ലക്കുന്ന് അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ബ്ലൂബെറി അഭിപ്രായപ്പെടുന്നത് താൻ കൂടുതൽ വിവരിക്കേണ്ട, ഈ കൂട്ടുകെട്ട് തോൽവിയാണ്, സതീഷൊക്കെ പോയി, ഈ മുതലിനെ ഇനി വേണം എന്ന് ഉടമസ്ഥർക്ക് ചിന്തയുണ്ടെങ്കിൽ ചാലച്ചിറ രാജീവ് രതീഷ് കൂട്ടുകെട്ട് വരണം എന്ന് അഭിപ്രായപ്പെടുന്നു. നിഷ ജോയ് ആരായാലും അപ്പൂസിനെ നല്ലപോലെ നോക്കുന്നയാൾ മതി, സതീഷ് അപ്പൂസിനോട് ഒരു സ്നേഹത്തോടെ വിളിക്കുന്നത് പോലും കേട്ടിട്ടില്ല, രാജാപ്പിയെ ഒന്ന് കൊഞ്ചിപ്പിക്കണ്ടേ, ഇത് അതൊന്നും ചെയ്യില്ല എന്നാണ് നിഷ ജോയ് പറയുന്നത്. ഹരിപ്പാട് വിജയേട്ടനെ കൊണ്ടുവരുമെന്ന് അനിൽ അഭിപ്രായപ്പെടുന്നു. സതീഷ് ചേട്ടൻ അപ്പൂസിൽ നിന്നും മാറി എന്ന് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മനോജേട്ടനാണ് അപ്പൂസിനെ നോക്കുന്നത് എന്ന് പൊന്നു പറയുന്നു. ചേട്ടൻ കാണിച്ച വീഡിയോ ചേട്ടൻ പറഞ്ഞതുപോലെ നീരിന് മുമ്പത്തെ ആണോ, നീരുള്ള സമയത്താണ്? അനു സംശയം പ്രകടിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എന്ന് ജോസഫ് ചെറിയിൽ പറയുന്നു. കാലടി ബിനുവിനെ വിളിക്ക്, നല്ല പാപ്പാനാണെന്ന് പത്മനാഭം. വി എം പ്രദീപ്, നീ ഇതിനു മാത്രം വിസ്തരിക്കേണ്ട, നീ ആനയെ മറ്റും ഉണ്ടാക്കി വിട്ട പോലെ സംസാരിക്കുന്നു എന്ന രീതിയിൽ പത്മനാഭം എന്ന ആള് സൂചിപ്പിക്കുന്നു. ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് AK എന്നുള്ള ഒരു ചാനൽ പറയുന്നു. ചാലിച്ചിറ രാജീവേട്ടൻ രതീഷ് എന്നിവരെ തിരികെ കൊണ്ടുവരാൻ പറ, നിഖിൽ അഭിപ്രായപ്പെടുന്നു. ആനയുടെ കോലം കണ്ടാൽ അറിയാം ഒലിവിൻ്റെ ഗുണം, ചുമ്മാ ഓരോ വീഡിയോയും ഉണ്ടാക്കും. വിഷ്ണു PK അഭിപ്രായപ്പെടുന്നു. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് പുതിയ ആൾ വരാത്ത, പഴയ ഒരാളെ തന്നെ വെക്കുമെന്ന് വിചാരിക്കുന്നു, എന്തുകൊണ്ടാണ് സതീഷ് മാറാൻ കാരണം? ഷിഫാസാണ് ഈ അഭിപ്രായം ചോദിക്കുന്നത്. അതുപോലെ തന്നെ രതീഷ് രാജൻ കൂട്ടുകെട്ട് തന്നെയായിരുന്നു നല്ലത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഉണ്ടോ ഉണ്ടില്ല, ഉവ്വോ ഉവില്ല, എന്തോന്നാടോ, എന്തെങ്കിലും ഉറച്ചു പറയുമോ എന്ന് വേമ്പനാട് വ്ളോഗ്സ് ചോദിക്കുന്നു. അതെ, ശ്രദ്ധ കൂടിപ്പോയി, അതിൻ്റെ കുഴപ്പമാണ്, തനിക്ക് റീച്ച് കിട്ടാൻ കുറേ വീഡിയോ ഉണ്ടാക്കുന്നതല്ല എന്ത്, ദയവ് ചെയ്ത് സതീശിനെ മാറ്റരുതെന്നത് മറ്റൊരു ഇതുപോലെ തന്നെയുള്ള ഒരു യൂട്യൂബർ ട്രസ്റ്റുള്ള ഒരാൾ അഭിപ്രായപ്പെടുന്നു. ആനയ്ക്ക് കന്നം നിറഞ്ഞൊലിക്കുന്ന വീഡിയോ ലൈവ് പറ്റുമോ സക്കീർ ഫായിക്ക് എന്ന് പരിഹാസത്തോടുകൂടി വിനുദാസ് ചോദിക്കുന്നു. ആനയ്ക്ക് ഏജ് ഉണ്ട്, എന്നും പർവ്വതം പോലെ ആവില്ല എന്ന് മറ്റൊരു ആള് കമൻ്റായി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പാമ്പാടി രാജനെ കുറിച്ച് ഇപ്പോൾ ഈ കമൻറ്റുകളായി വരുന്നത്. ഈ കമൻറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും രാജൻ്റെ നന്മ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ചില വാശിയോടുകൂടിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. രാജൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരും എന്നാൽ തങ്ങളുടെ പിടിവാശി കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നവരും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. രാജനിപ്പോൾ നീരിൽ കഴിയുകയാണ്, അവൻ്റെ പരിചരണം നന്നായി നടക്കുന്നുണ്ട്. മനോജാണ് ഇപ്പോൾ രാജൻ്റെ പരിചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഉടമസ്ഥർ അവന് ആവശ്യമായ തീറ്റയും മറ്റ് ഭക്ഷണ സാധനങ്ങളെല്ലാം കൃത്യമായി എത്തിച്ചു എന്നുകൊണ്ട് അവൻ സുഖമായി തന്നെ അവൻ്റെ കെട്ടുതറയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുടങ്കല്ലിങ്കൽ വീട്ടുകാർ അവർ 1-2 ആനയല്ല 11ഓളം ആനകൾ പല ഘട്ടങ്ങളിലായി ബേബിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്തുൾപ്പെടെ 11ഓളം ആനകളെ അവരുടെ വീട്ടിൽ വന്ന് പല ഘട്ടങ്ങളിലായിട്ട് വിൽപ്പനയോ നടത്തുകയോ മറ്റു തരത്തിലോ ഒക്കെ വന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടാന പരിചരണം, അതിൻ്റെ സംരക്ഷണം, അതിനെ ഏത് രീതിയിലുള്ള പാപ്പാന്മാരെ ഏൽപ്പിച്ചാൽ എത്രയും ശ്രദ്ധേയമായിട്ട് അതിനെ പരിചരിക്കുമെന്നുള്ള കാര്യത്തിൽ മറ്റ് ആന ഉടമസ്ഥരെക്കാളൊക്കെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആണ് ആ കുടുംബം എന്ന കാര്യം പ്രത്യേകിച്ച് ലീലാമ്മ ചേച്ചി ഉൾപ്പെടെയുള്ളവർക്ക് പാപ്പാന്മാരുടെ പരിചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ഒരു തീരുമാനം, പാപ്പാനെ ആരായിരിക്കണം പാപ്പാൻ, തങ്ങളുടെ അപ്പൂസിൻ്റെ പാപ്പാൻ ആരായിരിക്കണമെന്ന് അവരെടുക്കുന്ന ഒരു തീരുമാനത്തിന്
വലിയ പ്രാധാന്യമുണ്ട്. പ്രേക്ഷകർ എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഗജവീരൻ എന്ന നിലയിൽ പാമ്പാടി രാജൻ്റെ പാപ്പാന്മാരാരായിരിക്കണമെന്ന് പറയാനുള്ള അവകാശം അവനെ സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. പക്ഷേ അത് നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ഇതിൻ്റെ ഉടമസ്ഥർക്കാണ് അതിൻ്റെ പാപ്പാൻ ആരായിരിക്കണം, ഏത് തരത്തിലുള്ള പരിചരണമാണ് ഗജരാജന് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അവൻ്റെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിലും അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ ആവശ്യമായ ശക്തമായ നിലപാടുകൾ രാജൻ്റെ ഉടമസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഉചിതമായ ഒരു തീരുമാനം തന്നെ ഇക്കാര്യത്തിൽ എടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.